ഗുരുവായൂർ അമ്പലത്തിലെ കാര്യം വെച്ച് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് ഗുരുവായൂർ അമ്പലത്തിലെ കാര്യങ്ങൾ, എങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ട്രക്ചർ? ഗുരുവായൂർ അമ്പലത്തിലെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹമാണ്. നമ്മളതിനെ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ എന്നുള്ള സങ്കല്പം കൊടുക്കുന്നു എന്നുള്ളത്. ശരിക്കും മഹാവിഷ്ണുവിൻ്റെ പൂജയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൽ തന്ത്രിയാണ് പരമ അധികാരി. ഭഗവാന്റെ അച്ഛൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് തന്ത്രിക്കാണ്. പിന്നെ മേൽശാന്തി, അമ്മയുടെ സ്ഥാനം, ഭഗവാന്റെ അമ്മയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ മേൽശാന്തിക്കാണ്. പിന്നെ ഓദിക്കന്മാർ 4 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ പെട്ട അതിലൊരു കുടുംബമാണ് എൻ്റെ കുടുംബം, കക്കാട് എന്നുള്ള കുടുംബം. അപ്പോൾ ഈ മേൽശാന്തി എന്നുള്ളത് 6 മാസക്കാലമാണ്. അത് ഭഗവാൻ ആണ് തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത്. നറുക്കെടുപ്പിലൂടെയാണ് മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നത്. 6 മാസമാണ്. ഓക്കെ. അപ്പോൾ ഈ ഓദിക്കൻ കുടുംബത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ മേൽശാന്തി, അങ്ങനെയല്ല, ഓദിക്കന്മാരായവർക്കും പറ്റും. അതുകൂടാതെ പുറമേ നിന്നുള്ള ആൾക്കാർക്കും അതൊരു ഇതാണ്. അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പാസ്സാവണം. അവിടെ ഒരു പാനൽ ഓഫ് തന്ത്രിയും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് മേൽശാന്തി ആർക്കും ആവാം. അല്ല, ആർക്കും എന്നല്ല, ചില കുടുംബങ്ങളുണ്ട് പുറമേ ആണെങ്കിലും ചില ഗോത്രത്തിൽപ്പെട്ടവർ ആ രീതിയിലുള്ള. പക്ഷെ എന്നാലും ഈ ഓദിക്കന്മാർ മാത്രമല്ല, പുറമേ നിന്നുള്ള ആൾക്കാർക്കും മേൽശാന്തി ആവാൻ പറ്റും. അതായത് ഒരു വടക്കുന്ന് ഒരു എറണാകുളം വരെയുള്ള ആ ഒരു ദേശത്തുള്ള പല ഗോത്രങ്ങളും ഇതുള്ള അവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ബാക്കി പിന്നെ ഇൻ്റർവ്യൂ, അതിനുശേഷം തിരഞ്ഞെടുത്തിട്ട് പിന്നെ ലോട്ട് എടുക്കുകയാണ് ചെയ്യുക. പഴയ മേൽശാന്തി, ഇപ്പോഴത്തെ മേൽശാന്തി ആണ് ഒരു നറുക്കെടുക്കും. അതിൽ ആരുടെ പേരാണോ വരുന്നത് അതാണ് അടുത്ത മേൽശാന്തി. അപ്പോൾ ഈ തന്ത്രി എന്ന് പറയുന്ന ഒരു ആൾ അത് മാറുമോ? ഇല്ല 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 ഇല്ല, അത് പെർമനൻ്റ് ആണ്. പക്ഷെ മേൽശാന്തി എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും. തന്ത്രി പെർമനന്റ് ആണ്, മേൽശാന്തി എന്നുള്ള മാറിക്കൊണ്ടിരിക്കും. അപ്പൊ തന്ത്രി കുടുംബം എന്ന് പറയുന്നത് അത് വേറൊരു കുടുംബമായിരിക്കും അല്ലേ? അതൊന്നേ ഉള്ളൂ. അതിപ്പോ ശബരിമലയിലും അതെ, നമുക്ക് അറിയാമല്ലോ അല്ലേ? അതെല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ തന്ത്രി എന്ന് പറയുന്ന ആളുടെ ഡ്യൂട്ടി, മേൽശാന്തി എന്ന് പറഞ്ഞ ആളുടെ ഡ്യൂട്ടി എന്താണ്? അതായത് തന്ത്രി എന്ന ആൾക്ക് ഈ ശുദ്ധി ക്രിയകൾ ഒക്കെ വരുമ്പോൾ തന്ത്രിയാണ് അതിൻ്റെ അമരത്വം വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഉത്സവം മുതലായ കാര്യങ്ങൾ വരുമ്പോൾ തന്ത്രിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അതേപോലുള്ള പിന്നെ ഉത്സവ ബലി, അങ്ങനെ കുറേ ഉത്സവത്തിൻ്റെ സമയത്തുള്ള പ്രത്യേകമായ ചില പൂജകൾ എല്ലാ മാസവും ഗുരുവായൂരപ്പന് ശുദ്ധി ക്രിയകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കാർമ്മികത്വവും മെയിൻലി തന്ത്രിയാണ്. അതിലെല്ലാം ഊയ്ക്കന്മാരൊക്കെ ഒരു പാർട്ടാണ്, പക്ഷേ തന്ത്രിയുടെ സാന്നിധ്യം അവിടെ വേണം. പിന്നെ അതുകൂടാതെ മേൽശാന്തി നറുക്കെടുപ്പ് സമയത്ത് തന്ത്രി അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ എന്തൊക്കെയാണോ അമ്പലത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് വെച്ചാലും, പിന്നെ നിത്യനിദാനമായി ചെയ്യുന്ന ഓരോ വർഷവും ചെയ്തു വരുന്ന ഉത്സവം, അങ്ങനത്തെ ഉത്സവാധികാരികൾ, അതിനെല്ലാം തന്ത്രിയുടെ പ്രസൻസ് അനിവാര്യമാണ്. അതാണ് തന്ത്രിയുടെ ഒരു റോള്. മേൽശാന്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ എല്ലാ പൂജകളും ചെയ്യുക എന്നുള്ളതാണ്. രാവിലത്തെ നിർമ്മാല ദർശനം അത് മുതലുള്ള കാര്യങ്ങൾ, ഉഷപൂജ, ഉഷനൈദ്യം, ശീവേലി, ഉച്ചപൂജ, അത്താഴപൂജ, ഇതൊക്കെ മേൽശാന്തിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതാണ് മേൽശാന്തി രാവിലെ തന്നെ 2:30 എണീറ്റ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പൂജയെല്ലാം കഴിഞ്ഞിട്ടാണ് മേൽശാന്തി ഉച്ചയ്ക്കാണ് ഭക്ഷണം കഴിക്കുക. നമുക്ക് മേൽശാന്തിയുടെ ആ ഒരു ദിനചര്യയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഒന്നും കൂടെ ഫൈനലൈസ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഓദിക്കന്മാരുടെ ഫാമിലീസ് എന്ന് പറഞ്ഞു, നാല് കുടുംബങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ 4 കുടുംബങ്ങളും അവരുടെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ്? അവർ എന്താ വെച്ചാൽ ഉദയാസ്തമന പൂജ, ഭഗവാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉദയാസ്തമന പൂജ ഉണ്ടാവാറുണ്ട്. ഈ ഉദയാസ്തമന പൂജ എല്ലാം ചെയ്യേണ്ടത് ഓയ്ക്കന്മാരാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് നമുക്ക് ഏത് പൂജ വരിക അതിനനുസരിച്ച് എല്ലാം പ്ലാൻഡ് ആയിരിക്കും. കാരണം ഈ പൂജകൾ ഓരോ 5 പൂജകളും കഴിക്കേണ്ടത് ഓരോ ഒതുക്കൻ കുടുംബത്തിലെ ആൾക്കാരാണ്. അപ്പോൾ ഈ ഉദയാസ്തമന പൂജ ചെയ്യണം. പിന്നെ ശ്രീഭൂതബലി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അത് ഓയ്ക്കന്മാരാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ശുദ്ധിക്രിയകളിലൊക്കെ തന്ത്രീനെ സഹായിക്കേണ്ടതെല്ലാം ഒതുക്കന്മാരാണ്. അവർ സ്ഥിരമായ ആൾക്കാരാണ് അവിടുത്തെ ഈ 4 കുടുംബങ്ങൾ. ഇതിലത്തെ ആൾക്കാർക്കാണ് അതിൻ്റെ എല്ലാ ചുമതലകളും, ഭഗവാന്റെ അകത്തുള്ള എല്ലാ ചുമതലകളും ഈ ഓയ്ക്കന്മാർക്കാണ് ഉണ്ടാവുക. മെയിൻലി പന്തീരടി പൂജ, ഉദയാസ്തമന പൂജ, പിന്നെ ശ്രീഭൂതബലി, ഇതൊക്കെയാണ് പൊതുവെ മേൽശാന്തിക്ക് ഓയ്ക്കന്മാർക്ക് ചെയ്യേണ്ടുന്ന ജോലികൾ. ഈ ഉദയാസ്തമന പൂജ ഉള്ള ദിവസം ഉച്ചപൂജയും ഓയ്ക്കന്മാരാണ് കഴിക്കുക. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഉദയാസ്തമന പൂജ ഉള്ള ദിവസം അധിക പൂജകളും ഒതുക്കന്മാർക്കാണ് വരിക. മേൽശാന്തിക്ക് അന്ന് ഡ്യൂട്ടി പൊതുവെ കുറയും. ഇതൊക്കെയാണ് ഓയ്ക്കന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ. അപ്പോൾ മേൽശാന്തിയായിട്ട് അവിടെ ഒരാളുണ്ടെങ്കിലും ഈ ഓദിക്കന്മാരും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ 6 മാസം അവിടെ മേൽശാന്തിയായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതല്ലാതെ അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പം ഇപ്പോൾ വീണ്ടും ക്ഷേത്രത്തിൽ പോകാറുണ്ടോ? പോകണം അല്ലേ? അതെ, ഈ ഒതുക്കിയ പ്രവൃത്തി നമുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി പോകും. അതല്ലാതെയും നമുക്ക് ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എപ്പോൾ വേണമെങ്കിൽ ഭഗവാന്റെ അടുത്ത് പോയി 2 പൂ ആരാധിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാറുണ്ട്. പോകുമ്പോൾ രാവിലെ പുഷ്പാഞ്ജലി എന്ന് പറയും, നമ്മുടെ ഒരു സേവ ഭഗവാന് വേണ്ടി ചെയ്യുക എന്നുള്ള രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കയറാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സിമ്പിൾ. എനി ടൈം യു ക്യാൻ ഗോ ഇൻസൈഡ് ആണല്ലേ? നേരെ പോയി കുളിച്ച് കയറിയാൽ മതി. അതെ അതെ. ഓക്കെ, ആ ഒരു ഫ്രീഡം ഉണ്ടോ അവിടെ? ഉണ്ട്. ഓക്കെ, അത് ശരി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, ലൈക്ക് നിങ്ങൾ 3 ഫാമിലിയിൽ കുറേ ആൾക്കാരുണ്ടാവില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്യൂട്ടീസൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്? അങ്ങനെ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്താണോ? അതിനെന്തെങ്കിലും ഷെഡ്യൂൾ ഉണ്ടോ? അതിനെല്ലാം പ്രോപ്പറായിട്ടുള്ള ഒരു ഷെഡ്യൂളുണ്ട്. അതായത് ഇപ്പോൾ ഉദയാസ്തമന പൂജയാണെങ്കിൽ നാളെ ഇപ്പോൾ ഉദയാസ്തമന പൂജ എന്ന് വെച്ചാൽ ഏത് പൂജയാണ് ഏത് വയ്ക്കനാണ് വരിക എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത സെറ്റ് ഓഫ് പൂജാസാണ് അടുത്ത വയ്ക്കന് വരിക. അതെല്ലാം പ്ലാൻഡാണ്. അതെ. അതേപോലെ അഭിഷേകത്തിന് ഈ 4 പേരും 4 കുടുംബത്തിനും ഒരാളെങ്കിലും എന്തായാലും ഉണ്ടാവണം രാവിലെ അഭിഷേകത്തിന്. സപ്തശുദ്ധി അഭിഷേകമുണ്ട് ഭഗവാന്. അങ്ങനെയുണ്ട്. അതെ, അതിന് ഇവർ ഉണ്ടാവണം, വൈക്കന്മാരുണ്ടാവണം. 4 കുടുംബത്തിൽ നിന്ന് ഓരോ ആൾക്കാർ വെച്ചുണ്ടാവണം. അത് ശരി. ഓക്കെ. 25 ഒരു വീതം, അങ്ങനെ 100 ഒരു ചെല്ലണം എന്ന് പറഞ്ഞാൽ 25 തവണ റിപ്പീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ നമഃശിവായ എന്നുള്ള 102 തവണ ഇങ്ങനെ ജപിക്കില്ല, അതിന് ഒരു എന്നാണ് പറയുക. അപ്പം അത് 25 തവണ ഈ മന്ത്രം ചെല്ലണം. അത് ഓരോ ഓയ്ക്കൻ കുടുംബത്തിൻ്റെയും ഡ്യൂട്ടിയാണ്. 25 4 കുടുംബം. ഓക്കെ, ഫൈൻ. മേൽശാന്തി ആവാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുക്കണോ? എങ്ങനെയാണ് അതിന്റെ പ്രോസസ്? അതിനൊരു ആപ്ലിക്കേഷൻ, അത് നിങ്ങളുടെ ഫാമിലി നാണെ പോലും നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കണം. ഇന്റർവ്യൂ ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്റർവ്യൂവിന് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല നമ്മളോട്. കാരണം നമ്മൾ അവിടുത്തെ സ്ഥിരമായുള്ള അവിടെ പൂജ ചെയ്യുന്ന ആളായതുകൊണ്ടും നമുക്കത് സ്വാഭാവികമായിട്ടും നിത്യനിദാനമായി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ചോദ്യങ്ങൾ നമ്മളോട് പൊതുവെ ചോദിക്കാറുണ്ട്. പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ ചോദിക്കും. ആരാണത് ഇന്റർവ്യൂ ചെയ്യുന്നത്? തന്ത്രിയാണ്. അപ്പൊ എന്താണ് ചോദിക്കുക? പൂജ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കാരണം ഓരോ അമ്പലങ്ങളിലെയും ചിട്ടകളൊക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ ഇല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ എന്നിട്ട് നറുക്കെടുപ്പിലൂടെ മേൽശാന്തി ആവുന്നു. അപ്പോൾ മേൽശാന്തി ആവുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വലിയൊരു ആഗ്രഹമാണല്ലോ, കാരണം അതൊരു സ്ഥാനമാണല്ലോ എന്നൊക്കെ പറഞ്ഞാലോ അല്ലേ?